കുട്ടീനെ കാണാനും. അല്ലെങ്കിൽ ഇവിടെ 150 ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ നമ്മളിന്ന് പണി ലീവ് ആക്കിയപ്പോൾ ഒരൊറ്റ കുട്ടിയില്ല. ഇന്നലെ വരാൻ പറ്റാത്ത നീ ഒന്നും കരുതല്ല, എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. പുതിയ ജീവിയാൻ തോന്നുന്നു ചേട്ടനെ. ആ ചേട്ടന് ബിസിയല്ലേ, നിനക്കറിയില്ല ബിസിനസ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബിസിയാണ് ചേട്ടൻ. എങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ രാത്രി 9 മണിക്ക് ശേഷം വിളിക്കാം. അച്ഛനും അമ്മയൊന്നും സാരമില്ല, നീ കട്ടിലിന്റെ മുകളിൽ ആ പുതപ്പിട്ട് അങ്ങ് മൂടി സംസാരിക്കുന്നേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം ചെയ്യും, നിനക്ക് തൽക്കാലം 2 ഉമ്മ തരാം. ആരും കാണാ. ഓക്കെ. റേഡിയോ മിസ്റ്റർ, ഇത് സെല്ലുലാർ ഫോണാണ്. സെല്ലുലാർ ഫോൺ. സെൽബറാർ ഫോൺ അല്ല, സെല്ലുലാർ ഫോൺ. ഏതാണ് ഈ കൺട്രി ഫെലോ? നിങ്ങളേതാ? ശരി, നമ്മളെ നാട്ടിൽ എന്നോട് അമ്പത്തിനടക്കുക. നിങ്ങളാരാ? മിസ്റ്റർ, ഞാൻ കൊച്ചിക്കാരനാണ്. എൻ്റെ പെങ്ങൾ ഇവിടെ ശാസ്ത്രീയ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നാണ്. എൻ്റെ പെങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശാസ്ത്രീയ കോളേജിൽ കല്യാണം കഴിച്ചോണ്ടോ? കല്യാണം കഴിച്ചോ അല്ല, അവളിവിടെ പഠിക്കുകയാണ് മിസ്റ്റർ. അവളുടെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ് ശാസ്ത്രീയ കോളേജ്. അവൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി കഷ്ടകാലത്തിന് വന്നാണ്. ഞങ്ങൾ സാധാരണ അയച്ചു കൊടുക്കാറാണ്. ഇവിടെ ഒരു ATM ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കസ്റ്റമാക്കി. ഞാൻ നിങ്ങളെ പോലെ ഈ കൺട്രി ഫെലോസിനോട് സംസാരിക്കാറില്ല. കാരണം കള്ളി തുണി വൃത്തികേടാണല്ലോ മനുഷ്യൻ. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ നല്ല ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് നടന്നു. നിങ്ങളെ കോലെന്താ? സ്റ്റാർ ഹോട്ടലുണ്ട്. സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല. ഇവിടെ കുമാരേട്ടന്റെ ചായപ്പീടി ഉണ്ട്. ഇവിടെ നല്ല പുട്ടും കടലയും മത്തി പൊരിച്ചതും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിയാ. പുട്ടും കടലയും നല്ല ചാപ്പുണ്ടെന്ന്. എന്താ മിസ്റ്റർ നിങ്ങൾ പറയുന്നത്? നല്ല സ്റ്റാർ ഹോട്ടലൊന്നുമില്ല. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തന്തൂരി അങ്ങനെയൊന്നും കിട്ടുന്ന ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒന്നും ഇല്ല. കൺട്രി ചിരിക്കുന്നത് ഒന്നുമില്ല. നിങ്ങളെ വർത്താനം കേട്ട് ചിരിച്ചാ. ചേട്ടാ, ഈ രമേശന്റെ വീട് എവിടെയാന്ന്? സോറി, ഐ ഡോണ്ട് നോ. ഞാൻ ഈ നാട്ടുകാരനല്ല. നിങ്ങൾ ഇയാളോട് ചോദിക്കൂ. ചേട്ടാ, നിങ്ങൾക്കറിയോ രമേശനെ? രമേശനോ? രമേശൻ പിന്നെ ഏത് രമേശേ? ഏത് രമേശൻ? ഇമ്പളെ മറ്റേ PC രമേശനാണോ, MC രമേശനാണോ, BC രമേശനാണോ, DK രമേശനാണോ? തട്ടാനാണോ? അല്ല, ഒന്ന് കാണാനാ. കാണാനോ? പോടാ ഇവിടുന്ന്. കാണാനാ പോലെ. അല്ല സാറേ, 10 രൂപ ചില്ലറുണ്ടോ? 10 രൂപക്ക് ചില്ലറ? മിസ്റ്റർ, ആരെങ്കിലും 10 രൂപക്ക് ചില്ലറ ചോദിക്കൂ? 10 രൂപക്ക് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടുള്ളൂ. ആണോ? ചുമ്മാ 10 രൂപ. നിങ്ങൾക്ക് എന്തിനാ 10 രൂപ? ഒരു 10 രൂപ കള്ളുടിക്കാനേ. കള്ളുടിക്കാൻ? അതായത് എത്ര കിട്ടും? ഒരു ഗ്ലാസ് കിട്ടും. ഒരു ഗ്ലാസ്? ഞങ്ങൾക്ക് ഒരു നേരം അടിക്കുന്ന ഒരു സ്മോളുണ്ട്. ഒരു സ്മോളിന് 450 രൂപയാണ്. 450 രൂപ ഒരു സ്മോൾ. ജസ്റ്റ് 450 രൂപ 2 മാസം കള്ളുടിക്കാൻ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് എത്രയും വേണ്ടേ? 10 രൂപ. ഞാനൊരു 100 രൂപ തരാം കേട്ടോ. സാരമല്ല. No. ഇങ്ങനെ ഹൗസ് മാർജിന് സുഖമുണ്ടോ? എന്താണ്? എന്താ പ്രശ്നം എന്ന് പറയും. പേഴ്സ് കാണില്ല? എവിടെയില്ല? 2 ബാക്കിലൊന്നും ഇല്ല. പേഴ്സ് കാണില്ലല്ലേ? നിങ്ങൾ കൊറേ നേരം വലിയ വർത്താനം പറയുന്ന വിടുന്നു. നിങ്ങളെ സ്വഭാവം വെച്ച് പോകും. പെങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ ആയിരുന്നു. 25,000 സത്യം തന്നെ. 25,000 സത്യം. പോകുന്നു. അമ്മയുടെ ഡയലോഗ് അല്ല ഇവിടുന്ന് അടിച്ചിട്ടുണ്ടേന്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്മാരൊക്കെ എന്തെങ്കിലും സഹായിച്ചാൽ എനിക്ക് ബസ്സിന് പോകാൻ വരും 10 പൈസ. എന്റെ കയ്യിൽ ബസ്സിന് പോകാൻ വരെ 10. ബസ്സിന് പോണ്ടോ? ബസ്സിന് പോണ്ട. ഒരു നടക്കാൻ ഒന്നുമില്ല. ഇവിടെ നിന്ന് നരയിക്കണയൊക്കെ. എന്റെ സ്വഭാവം അതാ. എന്താ ചേട്ടാ, ഞാൻ പൈസ ഇല്ലാട്ടല്ല ചേട്ടൻ്റെ കയ്യില്. പൈസ ഇല്ലല്ലോ? 5 പൈസ ഇല്ലല്ലേ? ചേട്ടാ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇവിടുന്നൊക്കെ പിരിവിട്ടും കണ്ടേ. പിരിവിടണല്ലേ? എന്റെ പെങ്ങള് തൂങ്ങി ചാകേണ്ടി വരും ചേട്ടാ. പെങ്ങള് തൂങ്ങി ചാവേണ്ടി വരും. എന്നെ പോലെ ആങ്ങളമാരുണ്ട്. എന്റെ പെങ്ങള് തൂങ്ങി ചാവേണ്ടി വരും.
ചേട്ടാ അങ്ങനെ പറയരുത് ചേട്ടാ. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല ചേട്ടാ. ചേട്ടാ ഇവിടുന്ന് പിരിവിന് പൈസ പിരിവൊക്കെ പിരിവിട്ടായിരുന്നല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു പൈസ 10 രൂപ 10 ഞാൻ നാട്ടിലെത്തിക്കോടാ ചേട്ടാ. പെങ്ങളെ പീസ് അടയ്ക്കാൻ വന്നതല്ലേ? അതെ അതെ. പെങ്ങളെ അവസ്ഥ ഗംഭീരായി ഉണ്ടാവും. ഗംഭീരായി പെങ്ങള് തൂങ്ങിച്ചാകേണ്ട അവസ്ഥ ചേട്ടാ. പൊന്നു മോനെ, ഞങ്ങളെ നാട്ടിൽ വന്ന് ഞങ്ങളങ്ങനെ മോശാക്കല്ല കേട്ടോ. 25,000 റുപ്യ ഒന്നും കിട്ടൂല കേട്ടോ. ഒരു ബസ്സിന് പോകാനുള്ള നാട്ടിലെത്താനുള്ള പൈസ അത് ശരിയായിട്ടാ കേട്ടോ. ഇവിടെ നിക്ക്, നാട്ടുകാരെയൊക്കെ വിളിക്കട്ടെ. മോനെ കുട്ടപ്പേട്ടാ, ഇതാ ഇവിടെ വാടാ രമേശ്, അങ്ങോട്ട് വാ. ഇയാൾ ആകെ സുയിപ്പായി നിൽക്കുക. നമ്മളെ കൊച്ചിന്ന് വന്നാ, കൊച്ചിന്നല്ലേ? നിങ്ങളെ ഭാഗ്യ കേട്ടോ. 30 പേരുണ്ടതാ. അങ്ങോട്ട് നോക്കി നോക്കടോ. അങ്ങോട്ട് പ്രസിഡന്റ് ആണ്. ശരി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നും പറയണ്ട. ഇവിടെ ഡയലോഗ് അടിച്ച കൊറേ നേരായി. ഭയങ്കര പെങ്ങളെ പീസ് അടയ്ക്കാൻ വന്ന 25,000 റുപ്യ ആയിട്ട് പെങ്ങൾ ഇവിടെ എന്ത് കൊളയിലാ മോനെ? എന്താ പ്രശ്നം? നന്നായി. ഏതായാലും ചേട്ടാ എന്റെ പൈസ പോക്കറ്റ് അടിച്ചു പോയി ചേട്ടാ. പോക്കറ്റടിച്ചോ? ഞാൻ എന്റെ പെങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കൊണ്ടുവന്ന പൈസയാണ്, അത് പോക്കറ്റ് അടിച്ചു പോയി. മിണ്ടല്ലേ, സംസാരിക്കല്ലേ. അടിച്ചു പോകുന്ന അടിച്ചേ. അല്ല, എത്ര കാശ് പോയി? 25,000 റുപ്യ എന്റെ പെങ്ങള് തൂങ്ങിച്ചാകാൻ. 50,000 കരച്ചിലാണല്ലോ കരയണേ. എന്റെ ചേട്ടാ നാട്ടുകാരോട് കടം വാങ്ങിയ പൈസയാണ്. മിണ്ടല്ലടോ. അല്ല നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു. എന്താ പ്രശ്നം? 25,000 റുപ്യ പോക്കറ്റ് അടിച്ചു പോയേ. ഓ മിണ്ടില്ല. ഞാൻ മിണ്ടാതെ പരിഹാരം ഉണ്ടാക്കാം. 25,000 റുപ്യ പോക്കറ്റ്. എങ്ങനെ പോയി? എന്താ പ്രശ്നം പറ. നീ എന്തിനു വന്നു? ചേട്ടാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വരുവോളൂ. എന്റെ കയ്യിൽ പൈസ ഉണ്ട്. എന്റെ പെങ്ങള് സ്വാശ്രയ കോളേജിൽ പഠിക്കാണ്. അവക്ക് ഫൈനലായിട്ട് ഫീസ് അടക്കും. ഇതിന്റെ ഇറക്കാൻ വരിക. കാര്യങ്ങൾ തുറന്നു പറ. എന്നിട്ട് 25,000 റുപ്യ പോക്കറ്റ് അടിച്ചോടതാ. നിന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ പോയി അല്ലേ? തന്റെ പെങ്ങളെ സ്വാശ്രയ പഠിപ്പിക്കാൻ വന്ന തനിക്ക് ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം വേണം. ഒരു കുട്ടീനെ പഠിപ്പിക്കണം. ആ കുട്ടി എന്താണ് ഭാവിയിൽ എന്താവണ്ട? എഞ്ചിനീയറോ ഡോക്ടറോ എന്താവണ്ട അല്ലേ? എന്താവണ്ട ആളല്ലേ? എന്നിട്ട് താനിവിടെ 25,000 ഉലുവ വെച്ചിട്ട് താൻ്റെ കാശ് നഷ്ടപ്പെട്ടു. എടാ എന്താണ് ഇയാളെ പറ്റി മനസ്സിലാക്കി? 25,000 റുപ്യ എന്റെ ചെകിട് മിണ്ടല്ലി പ്രസിഡന്റ്. ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമാണ് വേണം. ഒരു മനുഷ്യന് വേണ്ട ഉത്തരവാദിത്തം. എന്നെ മനസ്സിലാടാ. ചേട്ടൻ എന്ത് വേണേ പറഞ്ഞോ, എന്റെ പെങ്ങള് തൂങ്ങിച്ചാകും. പേടിക്കണ്ടേ? പക്ഷെ തനിക്ക് ഉത്തരവാദിത്തമില്ല. നീക്കി നിങ്ങളെ പറ്റി ഒന്ന് വർണ്ണിക്കണ്ടേ? എന്താണ് ഇയാളെ പറ്റി മനസ്സിലാക്കി? എടാ എത്ര എസ്റ്റേറ്റ് ഇരുന്നാ വിചാരം? എസ്റ്റേറ്റ്, കാറ്, എന്താണ് മറ്റേത് ബംഗ്ലാവ്, ലോറി, ജീപ്പ്, ഇവിടുത്തെ മൊത്തം പഞ്ചായത്ത് വേണം ഇയാളുടെ. മതി. എടാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരവാദിത്ത മനുഷ്യനാണ്. എന്നെ മനസ്സിലായോ? ഈ പഞ്ചായത്ത് എന്നല്ല, ഈ പ്രദേശത്തിന്റെ എല്ലാമാണ് ഞാൻ. കേരളത്തില് ഓറാക്കണ്ട. ഒന്നും കൂടി കൊടുക്കുന്നത് എന്താ ഉത്തരവാദിത്തം? ഞാൻ പറഞ്ഞില്ലേ എന്താ ഞാൻ എനിക്ക് എന്താ ജോലി എനിക്ക് മനസ്സിലായോ? ഞാനെന്നാ വയനാട് കൃഷി നടത്തുന്നത്. ദിവസം ഏലം, ഇഞ്ചി, കുരുമുളക്, കരിവേപ്പില. ഞാൻ കയറ്റുമതി ഇറക്കുമതിയാ. ഒരു ദിവസം 3.5 ലക്ഷം 4 ലക്ഷം ഡെയിലി പാസ് ചെയ്യുന്ന ആളാ. കുരിയാതെ അണ്ണാന്റെ വൈകി ദിവസം എന്നാണ് ഡെയിലി ഞാൻ കളക്ഷന് വേണ്ടി വരാം. ഇന്നെന്താ 3.5 ലക്ഷം പോക്കറ്റിലുണ്ട്. റബ്ബർ ബോൾ 3.5 ലക്ഷം റുപ്യ പോക്കറ്റിലുണ്ട്. കാരണം എന്താ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും, റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങും. പക്ഷെ കാശ് പോവില്ല. അടങ്ങി നിക്കണം. എന്താണ് കാരണം? ഉത്തരവാദിത്വം. കാരണം എന്റെ കയ്യിൽ നിന്ന് കാശടിക്കാൻ ഒരുത്തരും പറ്റില്ല. ഉത്തരവാദിത്തമാണ്. ഇന്നുണ്ട് 3.5 ലക്ഷം റുപ്യ. കാണിച്ചു ഉത്തരവാദിത്തം വേണ്ട. അല്ലാണ്ട് 25,000 കാണിച്ചു കൊടുക്കും. അങ്ങോട്ട് 3.5 ലക്ഷം റുപ്യ കാണിച്ചു തരാം.
3.5 ലക്ഷം ഉറുപ്പ്യ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കുന്നത് ഉണ്ടല്ലോ. നിങ്ങൾ ഇനി കൂടി ടെൻഷനാക്കുക. 3.5 ലക്ഷം ഉറുപ്പ്യ എടുത്തില്ലേ? എടുത്തുണ്ടോ? 3.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായി കേട്ടോ. ബോധം വേണോ